ഉത്തരാഖണ്ഡ് അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ മാസം 14-ാം തീയതി വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഡൽഹിയിലും കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. ഉത്തരാഖണ്ഡിലെ ദുരന്തബാധിത മേഖലയിൽ നിന്ന് 600ഓളം ആളുകളെ ഒഴിപ്പിച്ചു. ദുരിതബാധിത മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചവരെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സന്ദർശിച്ചു എന്ന വാർത്തയുമുണ്ട്. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി വിനീത വി ജി തത്സമയം മോർണിംഗ് ഷോയിൽ വരികയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. എന്താണ് അവസ്ഥ? ഡൽഹിയിൽ ഇപ്പോഴും കാര്യമായി മഴ പെയ്യുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. ഡൽഹിയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ പെയ്യുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ ഒരു നേരിയ മഴ പല മേഖലകളിലും ഉണ്ടായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റുണ്ട്. അത് തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്നതും. കാരണം അത്രയും ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത്. ഇന്നിതാ രാവിലെ മുതൽ തന്നെ മഴ അതിശക്തമായി പെയ്യുകയാണ്. ഡൽഹിയുടെ ഒരു പ്രഭാതം എന്ന് പറയുന്നത് പോലും ഇന്ന് രാവിലെ ഒരു നനഞ്ഞ കുതിർന്ന പ്രഭാതം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതാണ് അവസ്ഥ. NCR മേഖലകളിലേക്കടക്കം അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടുണ്ട്. ഈ വാഹനങ്ങൾക്കൊക്കെ നിരത്തിലൂടെ ഇറങ്ങുമ്പോൾ മറുവശത്ത് ഉള്ള ദൃശ്യ പരിമിതി പോലും വളരെ കാണാൻ കഴിയാത്ത ഒരു ദൃശ്യങ്ങൾ പോലും വളരെ കൃത്യമായി കാണാൻ കഴിയാത്ത അത്രയും അതിശക്തമായിട്ടുള്ള മഴയാണ് NCR മേഖലകളിലടക്കം പുരോഗമിക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഈ മാസം 14 വരെ ശക്തമായിട്ടുള്ള മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഈ മഹാദുരന്തമുണ്ടായ ഉത്തരകാശിയിലടക്കം ഇപ്പോഴും മഴ മുന്നറിയിപ്പുണ്ട്. ഉത്തരകാശിയിലൊക്കെ രാവിലെ മുതൽ മഴ പെയ്യുന്നുവെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ ഇതിനോടകം 600ഓളം പേരെയാണ് ഈ ദുരിതബാധിത മേഖലകളിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്യുകയും ഒപ്പം തന്നെ അവരെ സുരക്ഷിതമായി ക്യാമ്പുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആളുകളെ ഇന്ന് പുഷ്കർ സിംഗ് ധാമി മുഖ്യമന്ത്രി അദ്ദേഹം അവിടെ എത്തി അവരെ സന്ദർശിച്ചിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഇന്നലെ ഈ ദുരിതബാധിത മേഖലയിൽ ഇരുന്നു കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. സ്ഥിതിഗതികളൊക്കെ തന്നെ ആ യോഗം വിലയിരുത്തിയിട്ടുണ്ട്. ഒപ്പം കൂടുതൽ സേനയടക്കം അവിടെ എത്തിച്ചുകൊണ്ട് ഈ കാലാവസ്ഥ തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി ആ മേഖലകളിലും സൃഷ്ടിക്കുന്നത്. കാരണം റോഡും പാലവും ഒക്കെ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇവിടെ ഈ പ്രവർത്തനങ്ങൾ വീണ്ടും അത് പുനർനിർമ്മിച്ചുകൊണ്ട് വേണം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ശക്തമാക്കുന്നതിന് മറ്റുമായി വേണ്ടി. അപ്പോൾ അത്തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനോടകം 700ഓളം പേരെയാണ് മറ്റ് മേഖലകളിൽ നിന്നൊക്കെയായി സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർക്ക് ആവശ്യമായിട്ടുള്ള പാക്കറ്റ് ഫുഡുകൾ ഒപ്പം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഒക്കെ ആ മേഖലകളിൽ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.